എല്ലാവർക്കും SR കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് മീറ്റ് മസാല വെച്ച് വേറെ പൊടികളൊന്നും ചേർക്കാതെ അടിപൊളി ടേസ്റ്റിൽ ബീഫ് റോസ്റ്റ് റെഡിയാക്കാം. അപ്പം, ഇടിയപ്പം, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 10-20 ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, എരിവിന് 5 പച്ചമുളക്, 2 മീഡിയം വലുപ്പത്തിലുള്ള സബോള നീളത്തിൽ കട്ട് ചെയ്തത്, 2 തക്കാളി കട്ട് ചെയ്തത്, മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, അത് കളറിന് വേണ്ടിയിട്ടാണ്, 2 2.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബീഫ് 3/4 കിലോ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതാണ്. ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. എരിവിന് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവ് എത്രയ്ക്ക് വേണോ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവും പെപ്പർ പൗഡറിൻ്റെ അളവും കൂട്ടി കൊടുക്കുക. അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ആദ്യം ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക മുഴുവനോട് കൂടിയിട്ട്. അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 സബോള നീളത്തിൽ കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കുക. സബോളയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ലെവലിൽ വഴറ്റിയെടുത്താൽ മതി. ഇത് കുക്കറിൽ വേവിക്കാനുള്ളത് കൊണ്ട് അത്രയ്ക്ക് വഴറ്റി കൊടുത്താൽ മതി. സബോള വേഗം വഴന്നു വരാനായി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മീറ്റ് മസാല, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി ഒന്നും ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം. ഇനി ഇത് സ്റ്റൗവ് ഓഫ് ചെയ്യുക. ഇനി ഒരു കുക്കർ എടുത്തു വയ്ക്കുക. ഇനി കുക്കറിലേക്ക് ആദ്യം ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വഴറ്റി വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ആ ഭാഗം ക്യാമറ ഓഫായിപ്പോയി ഉപ്പ് ചേർക്കണത്. കുറച്ച് വെള്ളം ചേർത്ത് കുക്കർ മൂടി നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഒരു 5-6 വിസിൽ കൊടുക്കണം. നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ കൊടുത്താലാണ് വേവുന്നത് എങ്കിൽ അത്രയ്ക്ക് വിസിൽ കൊടുക്കുക. ഞാനിവിടെ ഒരു 6 വിസിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ദേ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഇതിട്ട് അതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് കുക്കറിൽ വെച്ചിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാനിലേക്ക് മാറ്റുന്നത്.
ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യുക. അടിപൊളി ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. താങ്ക് യു.